എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ്. ഒരു കൊച്ചു ഐഡിയ ആണ് ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുള്ള ഇതുപോലത്തെ ഒരു ഇന്നർ ബനിയനോ അല്ലെങ്കിൽ പഴയൊരു ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഐറ്റം എന്നും എങ്ങനെയാണിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ ഇന്നർ ബനിയൻ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ ആ ഒരു കഴുത്തിൻ്റെയും കൈയിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു ചതുരത്തിലുള്ള പീസാക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പീസിൻ്റെ ആവശ്യമുള്ളൂ. ഇനി അടുത്തതായിട്ട് ഒരു പഴയ ഷർട്ട് എടുക്കുക. അതിൻ്റെ കൈയിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പീസാണ് നമുക്ക് വേണ്ടത്. ഈ ഷർട്ട് മുഴുവനൊന്നും ആവശ്യമില്ല, കുറച്ചുകൂടി കട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഒന്ന് റഫായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്യുകയാണ്. ഷർട്ടിൻ്റെ സ്ലീവിൻ്റെ ഏറ്റവും അറ്റത്ത് ആ ഒരു റിസ്റ്റിൻ്റെ ഭാഗം വരുന്ന അവിടുത്തെ ആ ഒരു കനമുള്ള പീസില്ലേ, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയൊരു ലെങ്ത്ത് മാത്രം നമുക്ക് തുന്നാനായിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഈ ബനിയൻ ഇങ്ങനെ മടക്കിയിട്ട് ആ കൈയിൻ്റെ പീസിൻ്റെ അതേ ഒരു ലെങ്ത്തിലേക്ക് കൊണ്ടുവരണം. ഒരേ ലെങ്ത്തിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് സാധാരണ സൂചിയും നൂലും വെച്ചിട്ട് ഇത് തമ്മിലൊന്ന് തുന്നി പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ കിച്ചൺ ടവൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ വർക്ക് ഏരിയയിലൊക്കെ ഡോറിൻ്റെ ഒക്കെ ബാക്കിൽ ഇതുപോലത്തെ ഒരു ഹുക്ക് ഒട്ടിച്ച് വെച്ചാൽ നമുക്കതിൽ തൂക്കിയിടാം. അല്ലെങ്കിൽ കിച്ചണിൽ തന്നെ ഏതെങ്കിലും ഒരു കോർണറിൽ തൂക്കിയിടാം. കൈയൊക്കെ തുടയ്ക്കാനും പിന്നെ അതുപോലെ പ്ലേറ്റ്സ് ഒക്കെ തുടയ്ക്കാനോ എന്തിനായാലും നമുക്കിത് യൂസ് ചെയ്യാം. ബനിയൻ്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കൈ തുടയ്ക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഈ ബനിയനും പിന്നെ ഷർട്ടിൻ്റെ ഒരു ചെറിയ സ്ലീവിൻ്റെ പീസും വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. സ്ലീവ് എടുക്കാൻ കാരണം അതിൻ്റെ ആ ഒരു കട്ടിയുള്ള പോർഷൻ നമുക്ക് അല്ലെങ്കിൽ തയ്ച്ചെടുക്കണ്ട. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഷർട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു കൊച്ചു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.